ഷീലാസ് കിച്ചണിലേക്ക് സ്വാഗതം സുസ്വാഗതം. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ എന്താ അറിയോ ചെയ്യാൻ പോകുന്ന റെസിപ്പി പാലക്കാടിലെ മാത്രം സ്വന്തം കറിയായ കൊള്ളുപുളിയാട്ടോ. നിങ്ങൾ ആരും കേട്ടിട്ടുണ്ടാവില്ല. കൊള്ളുന്നല്ല, അവര് മുതിരാന്ന് കേട്ടാണ്. ഹോസ് ഗ്രാം. മുതിരാന്നൊക്കെ മലയാളത്തിൽ ശരിക്കുള്ള മലയാളം മുതിര എന്നാണ്. നമ്മൾ പാലക്കാടുകാർ മാത്രമാണ് ഈ കൊള്ള എന്ന് പറയണത് കേട്ടോ. പക്ഷെ ആ കറി ആരും അധികം കഴിച്ചിട്ടുണ്ടാവില്ല. പാലക്കാടുകാർക്ക് മാത്രമേ അത് അറിയുള്ളൂ തോന്നുന്നു. എന്താ വെച്ചാൽ നമ്മൾ ആന്ധ്രയിലും തമിഴ്നാട്ടിലൊക്കെ ഉണ്ടാകുമ്പോൾ അവർ പറയണത് എന്താ വെച്ചാൽ അത് കുതിരകൾക്ക് തിന്നാനുള്ള അല്ലെ മനുഷ്യർ തിന്നില്ല എന്നാണ് പറയണത്. അപ്പോൾ എൻ്റെ അനിയൻ പറഞ്ഞിട്ടാണ് ഞാൻ ഇത് വെക്കാൻ പോണത്. അനിയൻ പറയണത് കുതിരകൾക്ക് ബലം ഉണ്ടാവാൻ വേണ്ടിയിട്ടല്ലേ കഴിക്കണത്, അതുകൊണ്ട് നിങ്ങളും എല്ലാവരും കഴിച്ചു നോക്കും, മനുഷ്യർക്കും ബലം ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞ് അവൻ കളിയാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാവരും അത് വെച്ച് നോക്കണം കേട്ടോ. അത് മാത്രമല്ല, ഇതിൽ ഏച്ചുണ്ടെങ്കിൽ ഇതുമാതിരി തന്നെ ഈ മില്ലറ്റ്സ്, ഇപ്പം നമ്മൾ ഈ റാഗി മറ്റേ തുടങ്ങിയിട്ടുള്ള മില്ലറ്റ്സ് ഉണ്ടല്ലോ, അതുമൊക്കെ പണ്ട് നമ്മൾ ഒരു മോശമായിട്ടുള്ള പിന്നെ ധാന്യമായിട്ടാണ് കണക്കാക്കിയത്. പക്ഷേ ഇപ്പോൾ അതിൻ്റെ പ്രാധാന്യം പലരും മനസ്സിലാക്കിയിട്ട് അതൊക്കെ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മുതിര കൊണ്ടുള്ള കൂട്ടാൻ വെക്കുന്നത് നമ്മുടെ പാലക്കാടൻ സംസ്കാരത്തിൻ്റെ കാർഷിക സംസ്കാരത്തിൻ്റെ ഒരു ഭാഗമാണ്. പാലക്കാട് കർഷകർ എങ്ങനെയായിരുന്നു ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവർ ഈ നെല്ലാണല്ലോ പ്രധാനമായിട്ട് കൃഷി ചെയ്യുക. അതിൻ്റെ കൂട്ടത്തിൽ അവരെന്ത് ചെയ്യിച്ചിട്ടുണ്ടെങ്കിൽ പാടത്തിൻ്റെ വരമ്പിലോ അല്ലെങ്കിൽ ഈ പാടങ്ങളുടെ ഒരു ഭാഗത്ത് ഒരു ചെറിയ പറമ്പിലോ ഒക്കെ ആയിട്ട് കുറേ ഈ കായ്കറികൾ വിളയിക്കും. അതിൽ പ്രധാനമായിട്ട് പാടവരമ്പിലൊക്കെ ഉണ്ടാവുന്നതാണ് ഈ തുവര, മുതിര തുടങ്ങിയിട്ടുള്ള ചെറുപയർ, പിന്നെ ഈ ഉഴുന്ന് തുടങ്ങിയിട്ടുള്ള ധാന്യങ്ങളുടെയൊക്കെ കുറേ അല്ലെങ്കിൽ പയറുകളുടെയൊക്കെ കുറേ കൃഷി ഉണ്ടാവും. അതേപോലെ തന്നെ ഈ വെണ്ട, വഴുതന തുടങ്ങിയിട്ടുള്ള കായ്കറികളും ഒക്കെ ധാരാളം ഉണ്ടാക്കും. എന്നിട്ട് വെണ്ടയും വഴുതനയും പക്ഷേ അപ്പോഴപ്പോഴേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. മറ്റേ ഈ ചെറുപയർ, അതുമാതിരി ഈ മുതിര, അത് തുടങ്ങിയിട്ടുള്ള തുവര, ഇതൊക്കെ എന്താ ചെയ്യുക അതിനൊക്കെ അവർ പാകമായിട്ട് വിളവെടുത്തിട്ട് ഉണക്കിയിട്ട് എടുത്ത് വയ്ക്കും. എന്നിട്ട് ഈ പച്ചക്കറികളൊന്നും കിട്ടാത്തൊരു കാലത്ത് ഇത് ഓരോന്നായിട്ട് എടുത്തിട്ട് ഓരോ തരത്തിലുള്ള കറികൾ ഉണ്ടാക്കും. അത് വളരെ വിശേഷമാണ്, വളരെ ലളിതവും എന്നാൽ വളരെ സ്വാദിഷ്ടമായിട്ടുള്ള ചില ഐറ്റങ്ങളാണത്. അത് നമ്മൾ പാലക്കാടിൻ്റെ തനതായ രുചി എന്നുള്ള നിലയ്ക്ക് ഓരോന്നായിട്ട് കൊണ്ടുവരാനുള്ള ഒരു ശ്രമത്തിൻ്റെ ഫലമായിട്ട് കൂടിയാണ് പറയുന്നത്. അപ്പോൾ അനിൽ പറഞ്ഞത് വളരെ കാര്യമാണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്വതസിദ്ധമായിട്ടുള്ള നമുക്ക് പാലക്കാട്ടുകാരുടെ ഒരു കറിയാണത്. അത് വളരെ നന്നായിരിക്കും. നിങ്ങളെല്ലാവരും ചെയ്തു നോക്കൂ. ഇതിലൊക്കെ വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാം. ഇതല്ലേ ഇപ്പം ഈ നമ്മൾ ഇൻഗ്രീഡിയൻസ് ഇതൊക്കെയാണ്. അല്ല, അത് പറയൂ ഓരോന്ന്. അതന്നെ ഇതാണ് കേട്ടോ നമ്മൾ പറയുന്ന കൊള്ള അല്ലെങ്കിൽ മുതിര എന്ന് പറയുന്ന സാധനം. ഹോസ് ഗ്രാം എന്ന് ഇംഗ്ലീഷിൽ പറയും. അതാണത്. ഇത് പുളിയാണ്, ഒരു നാരങ്ങയുടെ വലിപ്പത്തിലും പുളി. പിന്നെ വന്നിട്ട് അരമൂടി തേങ്ങ തിരുമ്മി വെച്ചതാണ്. പിന്നെ എന്താണെന്ന് വെച്ചാൽ 2 സ്പൂണ് മല്ലിയാണ് കേട്ടോ. ഇത് വന്നിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ അല്ലേ? 2 ടേബിൾ സ്പൂൺ അല്ലേ? ശരി. ഇത് 8 മുളക്. ഇത് വന്നിട്ട് കുറച്ച് ഉള്ളിയാണ് കേട്ടോ. ഇതിന് കൂടിയിട്ട് അരയ്ക്കാനാണ്. ഒരു 4-5 ഉള്ളിയുണ്ട്. പിന്നെ ഇതിന്ന് തന്നെ 2 മാറ്റി വെച്ചിട്ട് ഒന്ന് ചതച്ച് ഇടാൻ വേണം കേട്ടോ. അതുപോലെ 3 അല്ലി വെളുത്തുള്ളി മാറ്റി വെക്കണം. ഇനിയിപ്പോൾ നമ്മൾ എങ്ങനെയാണ് ചെയ്യാൻ പോകുന്നത്? പച്ചമുളക് അതിൽ കീറിയിടാനാണ്. ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ അതിലേക്ക് ഈ മുതിര അല്ല ചില എന്താ പറയുക കൊള്ള എന്ന് പറഞ്ഞ സാധനമില്ലേ, അത് നമ്മൾ അതിലേക്ക് ഇട്ട് വറുക്കാൻ പോവാണ് കേട്ടോ. അത് നന്നായിട്ട് അതിൻ്റെ കളറൊക്കെ മാറി വരണം. മാറി വന്നിട്ട് അത് ടിക് ടിക് എന്നുള്ള ശബ്ദമൊക്കെ കേൾക്കും. അപ്പോഴാണ് നമ്മളതിൻ്റെ വറവായി എന്ന് പറയുക കേട്ടോ. ഇതൊക്കെ പൊട്ടണ ശബ്ദം കേൾക്കുന്നുണ്ട്. ഇതിൻ്റെ കളർ അതുണ്ടോ, ടിക് ടിക് എന്ന ശബ്ദം കേൾക്കുന്നുണ്ടോ? അതുപോലെ തന്നെ അതിൻ്റെ കളറും ചേഞ്ച് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പം നിർത്തുക. ഇനി നമ്മളിതൊന്ന് ആറിയ ശേഷമാണ് നമ്മളതിനെ കുക്കറിലിട്ട് വേവിക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് വറുക്കാനുള്ളത് റെഡിയാക്കാം. ചീനച്ചട്ടി ചൂടായിട്ടുണ്ട്. ലേശം ഒരു സ്പൂൺ കേട്ടോ, അത്രയും ഒഴിച്ചാൽ മതി. വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. നിങ്ങൾ ഓയിലാണോ വെച്ചാൽ ഓയിൽ ഒഴിച്ചോളും. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ അത് ചൂടായി വരുമ്പോൾ എന്ത് പുളിങ്കറി ചെയ്യുമ്പോഴും പുളിയുള്ള ഏത് കൂട്ടാൻ ചെയ്യുമ്പോഴും നമ്മൾ ഉലുവ ഇടണം. ഉലുവ ആദ്യം ഇടുക. അതൊന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ അതിലേക്ക് മല്ലി ഇടുക.
അതിലേക്ക് നമ്മൾ പിന്നെ മുളകാണ് കേട്ടോ ഇട്ട് കൊടുക്കേണ്ട. ഇത് മുളക് പൊടി വേണമെന്ന് ഉപയോഗിക്കാം കേട്ടോ. മുളക് പൊടി മല്ലിപ്പൊടി ഉപയോഗിച്ചിട്ട് നമുക്ക് ചെയ്യാം. ഇതിപ്പോൾ ഞാൻ സാധാരണ നാട്ടിൻപുറത്തൊക്കെ ചെയ്യണത് ഇങ്ങനെ ആയിരിക്കും, മുളകും അതുപോലെ മല്ലിയൊക്കെ അരച്ചിട്ട് അതാണ് വറുക്കുക. പക്ഷെ നിങ്ങൾക്ക് മല്ലിപ്പൊടിയും മുളക് പൊടിയും ഇട്ടിട്ട് ചെയ്യാം കേട്ടോ. ഇനി ഇതിലേക്ക് നാളികേരം ഇട്ട് കൊടുക്കുക. നാളികേരം നന്നായിട്ട് വറവൊന്നും ആവണ്ട, അതിൻ്റെ വെള്ളത്തിൻ്റെ അംശം കൂടെ മാറിക്കഴിഞ്ഞാൽ നമുക്ക് നിർത്താം കേട്ടോ. ഇതൊക്കെ വറവൊക്കെ ആയി വന്നിട്ടുണ്ട്. ഇതാ കിട്ടുള്ളൂ. ഇതാണ് കേട്ടോ അതിൻ്റെ പാകം. ഇങ്ങനെ വറവായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഓഫ് ചെയ്യാം. ഈ മുതിര അല്ലെങ്കിൽ കൊള്ള പറയുന്ന സാധനം ഉണ്ടല്ലോ, അത് നമ്മൾ നന്നായിട്ട് കഴുകണം കേട്ടോ. കഴുകിയിട്ട് കുക്കറിലിട്ട് വേവിക്കുക. ഞാൻ നന്നായിട്ട് കഴുകിയിട്ട് വരാം. കുക്കറിൽ ഞാൻ അത് മുതിര ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇതെങ്ങനെയാണ്, അതിൽ നമ്മൾ 1 കപ്പ് വെള്ളം അല്ലെങ്കിൽ 1/4 കപ്പ് ഒഴിച്ചാലും മതി. അത് വേവാനുള്ള വെള്ളമാണ് കേട്ടോ. അതൊഴിച്ചിട്ട് നമ്മൾ ഇനി എന്താ ചെയ്യേണ്ടത് വെച്ചാൽ 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ടോ. എന്താ വെച്ചാൽ ഇത് അതിൽ കിടന്ന് അപ്പോഴേ ഉപ്പൊക്കെ പിടിക്കുള്ളൂ. ഉപ്പ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലോണം വേവിച്ചെടുക്കുക. മുതിര അല്ലെങ്കിൽ കൊള്ള് വെന്തിട്ടുണ്ടോ നോക്കാം കേട്ടോ. അപ്പോൾ ഞാൻ 6 വിസിലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ വെന്തിട്ടുണ്ടോ നോക്കട്ടെ. ഇതാ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോളൂ. ഇനി എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഇതിലേക്ക് ഞാൻ 1 തക്കാളി മുറിച്ച് വെച്ചിട്ടുണ്ട്. ഒരു പഴുത്തൊരു തക്കാളി. ഇത് ഇഷ്ടമുള്ളവർ ഇട്ടാൽ മതി. സാധാരണ ഞാൻ ഇടാറുണ്ട്, ചില വീടുകളിലൊന്നും ഇടാറില്ല കേട്ടോ. നല്ല ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ 1 തക്കാളി മുറിച്ച് വെച്ചതും ഈ 2 പച്ചമുളക് അല്ലെങ്കിൽ 3 പച്ചമുളക് നടുവേ കീറിയിട്ട് കേട്ടോളൂ. നടുവേ കീറിയിട്ട് ചെറിയ പച്ചമുളക് ആയതുകൊണ്ട് ഞാൻ 3 എണ്ണം എടുത്തിട്ടുണ്ട്. 3 എണ്ണം നടുവേ കീറി. ഇതൊന്ന് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമ്മൾ അരച്ചതൊക്കെ കൂടി ഒഴിക്കാം. നന്നായിട്ട് തിളക്കട്ടെ കേട്ടോ. തക്കാളിയും ആ പച്ചമുളകൊക്കെ ഇട്ടത് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ അതിലേക്ക് ഞാൻ നേരത്തെ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അതിൽ 4 ചെറിയ ഉള്ളി എടുത്ത് വെച്ചിട്ടുണ്ട്. അതും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് അരച്ച് കൊണ്ടുവന്നതാണ് കേട്ടോ. നന്നായിട്ട് അരയ്ക്കണം. ഞാൻ പറഞ്ഞ പോലെ എപ്പോഴും വറുത്തരയ്ക്കുമ്പോൾ ആദ്യം ഒന്ന് പൊടിച്ച ശേഷം മാത്രമേ വെള്ളം ഒഴിച്ചിട്ട് അരയ്ക്കാൻ പാടുള്ളൂ. അപ്പോഴേ നന്നായിട്ട് അരയുള്ളൂ. ഇപ്പോൾ നന്നായി അരഞ്ഞിട്ടുണ്ട്. ഇനി ഇതും നമ്മൾ പുളി വെള്ളം അതും കൂടെ ചേർക്കണം. നമ്മൾ ഒരു പുളി എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നില്ല, അതിൻ്റെ വെള്ളം കലക്കി വെച്ചതാണ്, പുളിവെള്ളമാണത്. ഇതിൽ രണ്ടും കൂടെ മിക്സ് ചെയ്യാം. ഇങ്ങനെ മുളകും അതെന്താ അറിയോ, ഒരുമിച്ച് തന്നെ ഒഴിക്കാമെന്ന് പറഞ്ഞിട്ടാണ്. ഇത് രണ്ടും കൂടെ ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് നല്ലോണം മിക്സ് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഇതിലേക്ക് ഒഴിക്കുക. ഇത് തിളച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൂട്ടാൻ റെഡിയായി. ഇതിനാവശ്യത്തിന് വെള്ളവും ഒക്കെ ചേർക്കണം. ഓരോരുത്തർക്കും ഗ്രേവി എത്ര വേണോ അതനുസരിച്ചിട്ടാണ് കേട്ടോ. നമ്മളവിടെ കുറച്ച് അംഗങ്ങളേ ഉള്ളൂ, അതുകൊണ്ട് ഞങ്ങൾക്ക് കുറച്ച് മതി. എന്നാലും പോരാ, ലേശം കൂടെ വെള്ളം ഒഴിക്കണം ഇതിൽ. ഇതാട്ടോ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചിട്ട് ഇതപ്പോൾ ഈ പരുവത്തിലാക്കിയിട്ടുണ്ട്. ഇത്രയും വെള്ളം മതി. നമ്മൾ അത്ര ആൾക്കാരേ ഉള്ളൂ. അപ്പോൾ അത് നിങ്ങളുടെ വീട്ടിൽ എത്ര അംഗങ്ങളുണ്ടോ അതനുസരിച്ചിട്ട് ഗ്രേവി കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. അതേപോലെ തന്നെയാണ് ഉപ്പ്, എരിവ്, പുളി അതൊക്കെ ഉണ്ടല്ലോ, അത് അവരവരുടെ ആവശ്യത്തിനനുസരിച്ചിട്ടുള്ളൂ. നമ്മളവിടെ ഇത്തിരി പുളിയും ഉപ്പും എരിവും ഒക്കെ കുറച്ച് ജാസ്തി വേണം. അത് കാരണം അതൊക്കെ എരിവ് കുറച്ചാലും വേറെ പുളിയൊക്കെ എനിക്ക് വേണം കേട്ടോ. അതുകൊണ്ട് ഞാൻ കുറച്ചേരും ഇവർ എന്നെ ചീത്ത പറയും പുളി കലക്കി കുടിച്ചൂടെ എന്നൊക്കെ പറഞ്ഞിട്ട്. എന്നാലും ഞാൻ തിരിച്ച പുളിയൊക്കെ ഒഴിക്കും. ഇതാ നമ്മുടെ കൂട്ടാൻ റെഡി ആയിട്ടോ. ഒക്കെ തിളച്ച് അരപ്പൊക്കെ ചേർന്ന് അതിൽ പിടിച്ച് വന്നിട്ടുണ്ട്. ഇത്രയാണ് കേട്ടോ അതിൻ്റെ വെള്ളം ഞാൻ വെച്ചിരിക്കണത്. ഇങ്ങനെയാണ് അതിൻ്റെ കൺസിസ്റ്റൻസി. ഇതാണ് അതിൻ്റെ പരുവം. ഇതാട്ടോ. ഇനി നമ്മൾ
ഉപ്പും മുളകും എല്ലാം റെഡിയായി വന്നിട്ടുണ്ടോ എന്ന് നോക്കാം. പുളി വെക്കാം. എല്ലാം കറക്റ്റായിട്ടുണ്ട്. പക്ഷെ ലേശം ഉപ്പ് വേണം. ഞാൻ ലേശം ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ കൂട്ടാൻ റെഡിയായി. നമ്മളത് ഇറക്കി വയ്ക്കുക. എന്നിട്ട് നമുക്കൊരു ചീനച്ചട്ടി അടുപ്പത്ത് വയ്ക്കാം. എന്നിട്ട് വറുത്തിടാനുള്ള സാധനങ്ങൾ പറയാം. അതിലേക്ക് 2 സ്പൂൺ ഒഴിച്ചാൽ മതി. നിങ്ങൾ ലേശം എണ്ണ, കടുക് പൊട്ടിക്കാനുള്ള ഇത് കേട്ടോ, അത്രയും മതി. അത് ചൂടായിട്ട് വരുമ്പോൾ നന്നായി ചൂടാവട്ടെ. എണ്ണ ചൂടായി വരുന്നുണ്ട്. അതിലേക്ക് നമ്മൾ എല്ലാപ്പോഴും പുളിയും കൂട്ടാൻ വെക്കുമ്പോൾ നമ്മൾ എപ്പോഴും ഉലുവ വേണം കേട്ടോ ചേർക്കാൻ. അപ്പോൾ ആദ്യം ലേശം ഉലുവ അതിലേക്ക് ഇട്ടു. അത് 1/2 സ്പൂണേ ഇട്ടിട്ടുള്ളൂ. 1/2 സ്പൂൺ അല്ലെങ്കിൽ 1/4 ടീസ്പൂൺ, 1/4 സ്പൂണാണെച്ചാലും മതി. ലേശം എന്തായാലും അത് ഇടണം, എന്നാലേ അതിൻ്റെ ടേസ്റ്റ് വരുള്ളൂ. അത് ഇട്ടതിന് ശേഷം 1/2 സ്പൂണ് കടുക് കേട്ടോ, അതും ഇട്ടു. ഇനി നമ്മൾ കരിവേപ്പില, ഒരൊറ്റ കൊത്താണ് അത് കരിവേപ്പില, അത് ഇടുക. അതിനുശേഷം ഇത് സ്പെഷ്യലായിട്ട് ചേർക്കുന്നത് 2 വെളുത്തുള്ളി ചതച്ചതും 2 ചുവന്നുള്ളി ഇല്ലേ, ചെറിയ ഉള്ളി, അത് ചതച്ചതുമാണ്. അതും കൂടെ ഇതിൽ വറവിടുമ്പോൾ ഇടണം കേട്ടോ, ഒരു മണം കിട്ടാനാണ്. ഇതെല്ലാം വറവൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്, ശരിയായിട്ടുണ്ട്. ഇനി നമ്മളിതാ അടുപ്പ് ഓഫ് ചെയ്തിട്ട് ഇത് അതിലേക്ക് ഒഴിക്കാം. നമ്മുടെ കൊള്ളും പുളി അങ്ങനെ റെഡിയായി കേട്ടോ, സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയോളൂ. നമ്മുടെ ഈ കൊള്ളുപുളി ഉണ്ടല്ലോ, അത് റെഡിയായി വന്നിട്ടുണ്ട്. ഇത് അവരെ ടേസ്റ്റ് നോക്കിയിട്ട് പറയും കേട്ടോ. നല്ല ചൂടുണ്ട്, നല്ല ചൂടുണ്ടേ. ഒക്കെ പാകാണ്. പുളി പുളി ഉപ്പ് ഒക്കെ പാകാണ്. അസലായിട്ടുണ്ട്. അപ്പൊ എല്ലാവരും ഉണ്ടാക്കി നോക്കണം, എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോളൂ. ഇത് പാലക്കാടുകാരുടെ മാത്രം സ്വന്തമാണ്. പക്ഷെ നിങ്ങളും ഒന്ന് കൂട്ടി നോക്കുക, എങ്ങനെ ഉണ്ടാവും അറിയാലോ. നല്ല ടേസ്റ്റാണ്, പുളിയും എരിവും ഒക്കെയുള്ള കൂട്ടാനാണ്. അതുകൊണ്ട് എല്ലാവർക്കും ഇഷ്ടമാകും. എന്തായാലും പുളിയും കൂട്ടാൻ ഇഷ്ടമുള്ളവർക്കൊക്കെ ഇതും ഇഷ്ടമാകും. എല്ലാവരും ചെയ്ത് നോക്കണം. എല്ലാവരും നമ്മുടെ ചാനൽ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്